GYB ഫാമിലി വ്ളോഗ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇട്ട വീഡിയോയ്ക്ക് പ്രത്യേകതകൾ എന്തെല്ലാമായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ഞാൻ ABC ഈ ലെറ്ററിൽ തുടങ്ങിയ കുറേ ആളുകളുടെ സ്വഭാവ രീതികളെ പറ്റി പറഞ്ഞിരുന്നു. ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് വളരെ പുതുമയുള്ള കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഇനി മുന്നോട്ടുള്ള ജീവിതങ്ങൾ മനുഷ്യന് വളരെയധികം അസാധ്യമായിരിക്കും. ഇത് മനസ്സിലാക്കാതെ മുന്നോട്ടിനി ഓരോ പോകുന്ന ആളുകൾക്കും ആ അറിവ് കുറവുണ്ടെങ്കിൽ പല കാര്യങ്ങളിലും ജയിക്കാനായിട്ട് സാധിക്കുകയില്ല. ഇനി വരുന്ന കാലത്ത് ഇത്തരം അറിവുകൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെയധികം ആവശ്യമാണ്. ഇതിനിടയിൽ ഞാൻ ലോ ഓഫ് അട്രാക്ഷനും മാനിഫെസ്റ്റേഷനെ പറ്റിയൊക്കെ സംസാരിച്ചിരുന്നു. അതേപ്പറ്റി കാണാത്തവരും ഒക്കെ ഉണ്ടെങ്കിൽ ആ വീഡിയോകൾ പോയി കാണുക. എൻ്റെ എല്ലാ വീഡിയോകളും അടങ്ങുന്ന ഒരു 40 വീഡിയോ അടങ്ങുന്ന ഒരു പ്ലേലിസ്റ്റും ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അസ്ട്രോളജി 2025 പറയുന്നൊരു പ്ലേലിസ്റ്റുമുണ്ട്. അതുപോലെ യോഗയുടെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷിന് ഹിന്ദിയുടെയും കോമഡി വീഡിയോയുടെയും ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലേലിസ്റ്റുകൾ എടുത്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഇന്ന് പറയാൻ പോകുന്നത് DEF ഈ ലെറ്ററുകളിൽ പേര് തുടങ്ങിക്കഴിഞ്ഞാൽ എന്താണ് പ്രത്യേകത എന്നുള്ളതാണ്. അതിനോടൊപ്പം മറ്റൊരു കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. നമ്മുടെ മൈൻഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ പോലും കരുത്തില്ലെങ്കിൽ പോലും നമ്മുടെ മൈൻഡിൻ്റെ കരുത്ത് ഉപയോഗിച്ച് നമുക്ക് പലതും ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ മൈൻഡിനെ അതിനുവേണ്ടി നമ്മൾ റെഡിയാക്കണം. അത് റെഡിയാക്കണമെങ്കിൽ നമ്മൾ മൈൻഡിന് ചില റെസ്റ്റ് ചെയ്യുന്ന ചില പ്രാക്ടീസുകളും ട്രെയിനിങ്ങുകളും കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതിനായിട്ട് ഈ വീഡിയോയിൽ ഈ ഞങ്ങളുടെ ചാനലിൽ GYB ഫാമിലി വ്ളോഗ് എന്ന് പറയുന്ന ഈ ചാനലിൽ യോഗ എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ ഒരു യോഗ ക്ലാസ് ഇട്ടിട്ടുണ്ട്. അതിലാദ്യം പറയുന്ന പ്രാണായാമം എന്ന് പറയുന്ന ആ ഒരു ബ്രീത്തിങ് എക്സസൈസിനെ പറ്റി വിശദമാക്കിയിട്ടുണ്ട്. ആ ബ്രീത്തിങ് എക്സസൈസ് നിങ്ങൾ എല്ലാ ദിവസവും രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ പ്രാക്ടീസ് ചെയ്യുക. പറയുന്ന പോലെ തന്നെ ഒറ്റ തവണ ഒരു 4-5 തവണ ബ്രീത്ത് എടുത്ത ശേഷം റിലാക്സ് ആവുക. ഇത് നിങ്ങൾ പ്രാക്ടീസ് എടുത്ത് വെക്കുകയാണെങ്കിൽ കൂടുതലും മാനിഫെസ്റ്റേഷനും കാര്യങ്ങളും എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വേഗത്തിൽ വർക്ക് ചെയ്യുന്നതാണ്. കാരണം നിങ്ങൾ അത്തരം വീഡിയോകളൊക്കെ കാണുന്ന ആളുകളായിരിക്കാം. മാനിഫെസ്റ്റേഷനെ പറ്റി നിങ്ങൾക്ക് അറിയാമായിരിക്കാം. അറിയത്തില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരുന്നൊരു ക്ലാസ് നേരത്തെ ഇട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് അത് വളരെ ഫാസ്റ്റായിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ ആ ഒരു യോഗയുടെ പ്രാക്ടീസ് കൂടി നിങ്ങൾ എടുക്കുന്നത് വളരെ നല്ലതാണ്. ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. അപ്പം D എന്ന ലെറ്ററിൽ തുടങ്ങുന്ന ആളുകളെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. D എന്ന ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന പേരാണെങ്കിൽ അവർ വളരെയധികം ധൈര്യശാലികളും ശക്തരുമായിരിക്കും. ശാരീരികമായി വളരെയധികം ആരോഗ്യമുള്ളവരായിരിക്കും D എന്ന് പറഞ്ഞ ലെറ്ററിൽ ആരംഭിക്കുന്നവർ. D എന്ന ലെറ്ററിൽ ആരംഭിക്കുന്ന ആളുകൾക്ക് വളരെയധികം ധൈര്യവും അതുപോലെ തന്നെ കൂടുതൽ വായനാശീലമുള്ള ആളുകളുമായിരിക്കും D എന്ന ലെറ്ററിൽ ഉള്ളവർ. പക്ഷേ കാര്യങ്ങൾ തുറന്നു പറയാൻ ചില മടികൾ ഇവർക്കുണ്ട്. ആ ഒരു മടി ഉള്ളതുകൊണ്ട് തന്നെ പല ആളുകളുടെ പല കാര്യത്തിലും ഇടപെടാനും ഇവർക്ക് ചില ധൈര്യക്കുറവുകൾ വരാറുണ്ട്. പക്ഷേ ഇവരുടെ വായിച്ചുള്ള അറിവ് ഇവർക്ക് വളരെ കൂടുതലായിരിക്കും. ഇവരുടെ ചിന്താശേഷി കൂടുതലായിരിക്കും. പക്ഷേ ഇവരോടൊപ്പം കൂടുന്ന ആളുകൾക്ക് ഇത്രയും വലിയ പരിജ്ഞാനമോ അറിവോ കഴിവുകളോ ഇല്ല. അതുകൊണ്ട് തന്നെ മനസ്സിലുള്ള കാര്യങ്ങൾ മുഴുവൻ പറയാൻ സാധിക്കാതെ മുമ്പ് നിൽക്കുന്ന ആളുകൾക്ക് അത്രയും ഒരു അറിവുള്ള ആളുകളല്ല എന്ന് തിരിച്ചറിയുന്നതുകൊണ്ട് തന്നെ കൂടുതലും നിങ്ങൾക്ക് സംസാരിക്കാൻ വാക്കുകൾ കിട്ടാത്തത് കൊണ്ട് തന്നെ നിങ്ങളെ ഒരു സംസാരിക്കാത്ത വ്യക്തികളായിട്ട് തന്നെയാണ് ജനം കരുതുന്നത്. D എന്ന ലെറ്ററിൽ ഉള്ള ആളുകൾ അമിതമായി സംസാരിക്കുന്നവരല്ല. അവർ സംസാരിച്ച് തുടങ്ങുന്ന എപ്പോഴെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേപോലെ തന്നെ നല്ല അറിവുള്ള വ്യക്തികളുടെ മുമ്പിൽ ചെന്നിൽ മാത്രമേ അവർ സംസാരിച്ച് തുടങ്ങുകയുള്ളൂ. പക്ഷേ D എന്ന ലെറ്ററിൽ വരുന്നവരെല്ലാം കൂടുതൽ സംസാരിക്കാത്ത ആളുകളാണ്. അതിന് കാരണം എന്താണ്? അതിന് കാരണം ഇതാണ്: അവർക്ക് കൂടുതൽ വായിച്ചറിവുണ്ട്. പക്ഷേ അവരെന്ത് ചെയ്യും? ഇത്രയും ലെവലിൽ ചിന്തിക്കാൻ കഴിവില്ലാത്ത ആളുകളോട് എന്ത് പറഞ്ഞാലും അവർ കളിയാക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ഇവർ കൂടുതൽ വിഷയങ്ങളെപ്പറ്റി തുറന്ന് സംസാരിക്കാറില്ല. ഇതുകൊണ്ട് തന്നെ ഇവരെ ആളുകൾ ഇൻട്രോവേർട്ട് അല്ലെങ്കിൽ അന്തർമുഖരായിട്ടായിരിക്കും കാണുക. ഇത് മറ്റുള്ളവരുടെ തെറ്റിദ്ധാരണയാണ്. പക്ഷേ D എന്ന് പറയുന്ന ലെറ്ററിലുള്ള ആളുകൾക്ക് വളരെയധികം നല്ല കഴിവുകളുണ്ട്. ഈ കഴിവുകൾ നിങ്ങൾ ഉപയോഗിക്കുക. ഇനി അടുത്തായിട്ട് പറയാൻ പോകുന്നത് E എന്ന ലെറ്റർ തുടങ്ങുന്നവരാണ്. E എന്ന ലെറ്റർ തുടങ്ങുമ്പോൾ തന്നെ ഇലക്ഷൻ അല്ലെങ്കിൽ ഇലക്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. തെരഞ്ഞെടുപ്പുമായിട്ട് നല്ല ബന്ധമുണ്ട് ഈ വാക്കിന്. അപ്പോൾ E എന്ന ലെറ്ററിൽ ആരംഭിക്കുമ്പോൾ ഒരു വാക്കിലുള്ള ആൾക്ക് കൂടുതലും അത്തരം മേഖലകൾ, അതായത് നിയമപരമായ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ മേഖലകളിലേക്ക് ഒരു കൈ ശ്രമിക്കാവുന്നതാണ്. കൂടുതൽ ആളുകളെ നയിച്ചുകൊണ്ട് പോകാനുള്ള കഴിവ് E എന്ന ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾക്കുണ്ട്. കൂടുതൽ ആളുകളെ അനുസരിപ്പിക്കാനുള്ള കഴിവ് E എന്ന് പറഞ്ഞ ലെറ്ററിൽ തുടങ്ങിയവർക്കുണ്ട്. അങ്ങനെ വളരെയധികം കഴിവുകൾ അവർക്കുണ്ട്.
ആ കഴിവുകളെല്ലാം ഉപയോഗിച്ച് നീങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ജീവിതത്തിൽ വിജയം വരിക്കാനായിട്ട് സാധിക്കും. വളരെയധികം സന്തോഷവും സമാധാനവും ആഗ്രഹിക്കുന്ന ആളുകളാണ് ഈ എന്ന ലെറ്ററിലുള്ള ആളുകൾ. വളരെയധികം കാര്യപ്പെടുപ്പും കാര്യനിർവഹണ ശേഷിയും, ഒരു കാര്യം പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് തീർക്കാനുള്ള കഴിവും, മുഴുവൻ ജോലികളും ഏറ്റെടുത്ത് ചെയ്യാനുള്ള കഴിവും ഈ എന്ന ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾക്കുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ എന്ന ലെറ്ററിലാണ് നിങ്ങളുടെ പേര് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പലവിധം കഴിവുകളുണ്ടെന്ന് നിങ്ങൾ ഇപ്പോൾ തന്നെ തിരിച്ചറിയേണ്ട നിമിഷമായി കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്തായിട്ട് വരാൻ പോകുന്നത് എഫ് എന്ന ലെറ്ററിൽ ആരംഭിക്കുന്ന ആളുകളാണ്. എഫ് എന്ന ലെറ്ററിൽ ആരംഭിക്കുന്ന ആളുകൾ വളരെയധികം സന്തോഷം, സമാധാനം ഇവയെ ആഗ്രഹിക്കുന്ന ആളുകളാണ്. കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. പക്ഷേ എഫ് എന്ന് പറയുന്ന ആളുകൾക്ക് ചില പ്രശ്നങ്ങളുണ്ട്. ചില കാര്യങ്ങൾ ഉപകാരത്തെ കണ്ട് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് തിരിഞ്ഞ് ഉപദ്രവമായി മാറുന്ന ചില അവസ്ഥകളിലേക്ക് എഫ് എന്ന് പറയുന്ന ലെറ്ററിലുള്ളവർ പോകാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു ജാഗ്രത എപ്പോഴും ആവശ്യമാണ്. എഫ് എന്നുള്ള ലെറ്ററിലുള്ള ആളുകൾ പ്രവർത്തിക്കുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിച്ചു നോക്കുക, അതിനുശേഷം പ്രവർത്തിക്കുക. അപ്പോൾ കാര്യങ്ങൾ വിജയത്തോട് അടുക്കുന്നത് നിങ്ങൾക്ക് കാണാം. എഫ് എന്ന് പറയുന്ന ആളുകൾക്ക് അല്പം തലക്കനം, അഹങ്കാരം, ജാട തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതൊരു അലങ്കാരമായി കൊണ്ട് നടക്കുന്നതുകൊണ്ട് തന്നെ ആളുകൾ നിങ്ങളെ മാനിക്കും, ബഹുമാനിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചുറ്റും എപ്പോഴും ഒരുപറ്റ ആളുകളുണ്ടാവും. എഫ് എന്ന പേരിലുള്ള ആളുകൾക്കെല്ലാം കൂട്ടത്തിൽ സുഹൃത്തുക്കളായിട്ട് കുറേ ആളുകളുണ്ടാവും. കാരണം ആളുകൾ നിങ്ങളെ ബഹുമാനിക്കുന്നു. ഈ ആളുകളെ വെച്ച് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ ഈ അവസരം പ്രയോജനപ്പെടുത്തുക. ഒപ്പം സഹായങ്ങൾ ചെയ്യുമ്പോഴും അങ്ങനെയുള്ള സേവനങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ചിലപ്പോൾ തിരിച്ചടികൾ നേരിടാറുണ്ട്. അതുമൊന്ന് സൂക്ഷിച്ചു നിങ്ങണ്ടാണ്. കാരണം നിങ്ങൾ ചെയ്യുന്ന നല്ല പ്രവർത്തികൾ ചിലപ്പോൾ ആളുകൾ കണ്ടെന്ന് വരികയില്ല. അതിലെന്തെങ്കിലും മറ്റു കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ നിങ്ങളെ ചിലപ്പോൾ അവമാനിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതലും സന്തോഷം, സമാധാനം ആഗ്രഹിക്കുന്നുണ്ട്. കൂടുതൽ സന്തോഷത്തിനുള്ള പ്രവർത്തികൾ നിങ്ങൾ ചെയ്യുമ്പോൾ വളരെയധികം ഒന്ന് ജാഗ്രതയോടുകൂടി ചെയ്യുക. എല്ലാ കാര്യങ്ങളും വാരി വലിച്ച് ചെയ്യാതെ ഒരു ഓർഡർ തയ്യാറാക്കി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ DEF ഇത്രയും ആളുകളുടെ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് പറയാൻ പോകുന്നത് G ലെറ്റർ തുടങ്ങുന്നവരാണ്. G ലെറ്ററിൽ തുടങ്ങുന്ന ആളുകൾ കൂടുതൽ കൗശലക്കാരാണ്. G എന്ന വാക്ക് ആദ്യം വരുന്നവർ പേരിൽ. അപ്പോൾ കൂടുതൽ കൗശല പ്രിയരായതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും കൂടുതൽ കാര്യങ്ങൾ എങ്ങനെ എളുപ്പ വഴി ചെയ്യാമെന്ന് ചിന്തിക്കുന്നവരാണ് ജിയിലുള്ളവർ. അതുകൊണ്ട് തന്നെ അല്പം മടിയും ഇവർക്കുണ്ട്. കാരണം മടിയുള്ള ആളായിരിക്കും ഏറ്റവും എളുപ്പമുള്ള വഴി തേടുക. കാരണം പെട്ടെന്ന് ഏതെങ്കിലും കാര്യം നടത്തി കിട്ടിയാൽ അതുകൊണ്ട് പിന്നെ കൂടുതൽ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. കഷ്ടപ്പെടാതിരിക്കാൻ മടിയുള്ള ആൾ വിചാരിക്കുമ്പോൾ മടിയുള്ള ആളെ ഏറ്റവും എളുപ്പമുള്ള വഴി കണ്ടെത്തുന്നു ഒരു വർക്ക് തീർക്കാൻ. അത് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ്. ഒരു കാര്യം ചെയ്യുമ്പോൾ ഏറ്റവും എളുപ്പമുള്ള വഴി കണ്ടെത്തുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അമിതമായി കഷ്ടപ്പെട്ടാലും റിസൾട്ട് ഒന്നായിരിക്കും, എളുപ്പ വഴി കൂടി സാധിക്കുന്നതും റിസൾട്ട് ഒന്നായിരിക്കും. G ലെറ്ററിൽ വരുന്നവർക്ക് എളുപ്പ വഴികൾ വളരെ ഇഷ്ടമാണ്. കാരണം അവർക്ക് ചെറിയ മടിയുണ്ട്, പക്ഷെ ആ മടി നല്ലതാണ്. അപ്പോൾ ആ ഒരു പ്രവൃത്തി കൊണ്ട് തന്നെ ഇവർ വളരെയധികം സക്സസ് ആവും. ഒന്നുകിൽ അവർ സ്വയം വർക്ക് ചെയ്യും, അല്ലെങ്കിൽ ആ ജോലി അറിയാവുന്നവരെ കൊണ്ട് വർക്ക് ചെയ്യിക്കും, എന്നിട്ട് അതിൻ്റെ റിസൾട്ട് അവരെടുക്കും. ഇതാണ് അവർ ചെയ്യുന്നത്. G ലെറ്ററിലുള്ളവർ അതാണ് അവരുടെ മടി ഉണ്ടെങ്കിലും അവരെ വിജയിക്കാനുള്ള കൂടുതൽ രഹസ്യം. അപ്പോൾ DEFG ഇത്രയും ലെറ്ററിലുള്ള ആളുകളുടെ കാര്യങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് സംസാരിക്കാൻ പോകുന്നത് H എന്ന് പറയുന്ന ലെറ്റർ തുടങ്ങുന്നവരെയാണ്. H എന്ന് പറയുന്ന ലെറ്റർ തുടങ്ങുന്നവർക്ക് നമുക്കറിയാം ഒരു ഹോഴ്സ് പവർ അവർക്കുണ്ട്. അല്ലെങ്കിൽ ശക്തരായ പല ആളുകളും ഹെർക്കുലീസ് അല്ലെങ്കിൽ ഹോഴ്സ് അങ്ങനെയുള്ള വാക്കുകളെല്ലാം ആരംഭിക്കുന്നത് വളരെ ശക്തിയെ കാണിക്കാനാണ്. പിന്നെ ഹൈഡ്രോളിക് പവർ, അതായത് ജലശക്തി, ഇതെല്ലാം പറയുന്നത് Hലാണ് ആരംഭിക്കുന്നത്. അപ്പോൾ H എന്ന് പറയുന്ന ഒരു ലെറ്ററിൽ അതുപോലെ നമ്മളെ ചില ടെസ്റ്റുകൾക്കും ഒക്കെ നമ്മൾ H എടുത്തിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ H എന്ന് പറയുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഹെലികോപ്റ്റർ ഉണ്ടെങ്കിൽ അതും ആകാശത്തോട് പറക്കുന്നതാണ്, അതിൻ്റെ തുടക്കം H ആണ്. അപ്പോൾ H എന്ന് പറയുന്ന ഒരു കാര്യത്തിന് വളരെയധികം കഴിവുകളുള്ളതാണ്. ഇതൊരു പേരിന് ആദ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെതായ ഗുണങ്ങൾ ഒരുപാടുണ്ടാവും. ഒരുപാട് ലീഡർഷിപ്പ് എടുക്കാവുന്ന ആളുകളാണ് Hൽ ആരംഭിക്കുന്ന ആളുകൾ. വളരെയധികം വിജയിക്കുന്ന ആളുകൾ, വളരെയധികം സംസാരിക്കുന്ന ആളുകളുമാണ് Hലുള്ള ആളുകൾ. Hലുള്ള ആളുകളുടെ പ്രത്യേകതകൾ മറ്റുള്ളവർക്ക് അത്ര വരാറില്ല. കാരണം ഒരുപാട് കാര്യങ്ങൾ Hൽ ആരംഭിക്കുന്നുണ്ട്. ഒരു ഭവനമാണെങ്കിൽ പോലും, ഒരു ഹൗസ് എന്ന പേരാണെങ്കിലും അതും Hലാണ് ആരംഭിക്കുന്നത്. ഒരു സംരക്ഷണം,
ഒരു കുടുംബത്തിൻ്റെ സംരക്ഷണം, ഒരു പ്ലെയിനിനെ പോലെ പറക്കാനുള്ള വേഗത, ഒരു കുതിരയെപ്പോലെ ചലിക്കാനുള്ള വേഗത, ഒരു ജലശക്തിയുടെ വേഗത, അങ്ങനെ പല കാര്യങ്ങൾ എടുക്കാനുള്ള പവർ, അതുപോലെ തന്നെ സ്വർഗം, ഹെവൻ ഒക്കെ, അതായത് എല്ലാ രീതിയിലുമുള്ള എന്ന വാക്ക് ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ ഈ പ്രകൃതിയിൽ തന്നെയുണ്ട്. പ്രകൃതിയുടെ എല്ലാ ശക്തികളിലും ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോൾ, മലയാളത്തിലല്ല കേട്ടോ, ഇംഗ്ലീഷിലേക്ക് ആ ലെറ്റർ മാറ്റുമ്പോൾ എച്ച് കിട്ടും. മലയാളത്തിൽ വേറെ വേറെ പേരുകളുണ്ട്. സ്വർഗത്തിന് എസ് ആണല്ലോ ആരംഭിക്കുന്നത്, അത് മലയാളത്തിലാണല്ലോ. പക്ഷേ ഇംഗ്ലീഷിൽ ആരംഭിക്കുന്നത് എച്ച് ആണല്ലോ. അങ്ങനെ പലതും. നമ്മൾ വിമാനം എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഒരു ഹെലികോപ്റ്ററിന് ചെറിയ വിമാനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതും എച്ചിലാണല്ലോ ആരംഭിക്കുന്നത്. ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യുമ്പോൾ അത് കിട്ടും. കുതിരയ്ക്ക് കെ ആണെങ്കിലും മലയാളത്തിലാണല്ലോ കായ നഷ്ടമുള്ളത്, ഇംഗ്ലീഷിൽ വരുമ്പോൾ അത് എച്ചാണല്ലോ. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും എച്ച് എന്ന ലെറ്റർ തുടങ്ങുന്നവർക്ക് വളരെയധികം ഐശ്വര്യങ്ങൾ, സമ്പത്തിൻ്റെ ഉയർച്ച തുടങ്ങിയവ എല്ലാം ലഭിക്കുന്നതാണ്. ഇനി ഇവയൊന്നും ഇല്ലാത്ത ആളുകൾ, ഈ പേരിൻ്റെ ലെറ്ററുകളൊന്നും ഇല്ലാത്ത ആളുകൾ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ഉപയോഗിക്കുന്ന കാര്യത്തെപ്പറ്റിയാണ് ഇനി അടുത്തായി പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ അതേപ്പറ്റി എങ്ങനെ മനസ്സിലാക്കാം, അതിനാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ ഇട്ടിരിക്കുന്ന യോഗയെ പറ്റിയുള്ള വീഡിയോയിൽ ബാക്കി എക്സസൈസ് അല്ല, ഫസ്റ്റ് ഞങ്ങൾ പറയുന്ന ബ്രീത്തിങ് എക്സസൈസ് ശരിയായ രീതിയിൽ മനസ്സിലാക്കിയ ശേഷം അതൊന്ന് ചെയ്ത് പ്രാക്ടീസ് എടുക്കുക. അത് നിങ്ങൾ പ്രാക്ടീസ് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ചെയ്യുന്ന കൂടെ തന്നെ നിങ്ങൾക്ക് ആ മാനിഫെസ്റ്റേഷൻ ഏറ്റവും വേഗത്തിൽ നടക്കും. ഇനി അതേക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇന്ന് മാനിഫെസ്റ്റേഷനെ പറ്റി പറയാൻ പോകുമ്പോൾ ആദ്യം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം ചെയ്യുന്നതിന് മുമ്പ്, കൂടുതലും നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായിരിക്കും മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ ഉപയോഗിക്കുക. അങ്ങനെ ലോ ഓഫ് അട്രാക്ഷനെ പറ്റി അറിയാവുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. അറിയാൻ മേലാത്തവർക്ക് പറഞ്ഞു തരുന്നൊരു വീഡിയോ മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ ഞാൻ അതേപ്പറ്റി പറയുന്നുണ്ട്. അപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് മുമ്പായി ഈ ബ്രീത്തിങ് എക്സസൈസ് നിങ്ങൾ ആ വീഡിയോ കണ്ട ശേഷം, യോഗയുടെ വീഡിയോ കണ്ട ശേഷം ആ ബ്രീത്തിങ് എക്സസൈസ് ഒരു തവണ ചെയ്യുക. എന്നിട്ട് റിലാക്സ് ചെയ്യുക. റിലാക്സ് ആയ ശേഷം നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ബെഡിൽ എഴുന്നേറ്റിരുന്ന്, നിങ്ങൾ അഫർമേഷൻ പറയുന്ന ആളുകളാണെങ്കിൽ അഫർമേഷൻ പറയുക. 21 തവണ ഒരഫർമേഷൻ പറയുക. റെസ്റ്റ് എടുക്കുക. വീണ്ടും 21 തവണ അടുത്ത അഫർമേഷൻ പറയുക. റെസ്റ്റ് എടുക്കുക. അപ്പോൾ ഒരു തവണയെ നിങ്ങൾ ബ്രീത്തിങ് എക്സസൈസ് ചെയ്താൽ മതി, പിന്നെ ചെയ്യേണ്ട അന്നത്തെ ദിവസം, പിന്നെ അടുത്ത ദിവസം ചെയ്താൽ മതി. രാവിലെ ചെയ്യേണ്ട, നൈറ്റ് ചെയ്യുന്നവർക്ക് നൈറ്റ്, രാവിലെ ചെയ്യുന്നവർക്ക് രാവിലെ. അപ്പം 21 തവണ അഫർമേഷൻ പറയുക. അപ്പോൾ കൂടുതലായിട്ട് അഫർമേഷൻ മാനിഫെസ്റ്റ് ആവുന്ന പവർ നിങ്ങൾക്ക് ലഭിക്കും. ഇനി അടുത്തായിട്ട് വിഷ്വലൈസേഷൻ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ആദ്യമായി ഈ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. 2-3 തവണ ചെയ്ത് മൈൻഡിനെ ഒന്ന് കാമാക്കുക. അതിനുശേഷം വീണ്ടും നിങ്ങൾ ചെയ്യുന്ന വിഷ്വലൈസേഷൻ ചെയ്യുക. അടുത്തതായിട്ട് നിങ്ങൾ മറ്റേ എഴുതുന്ന സ്ക്രിപ്റ്റിംഗ് വർക്കാണ് ചെയ്യാൻ പോകുന്നതെങ്കിൽ, നിങ്ങൾ വീണ്ടും ബ്രീത്തിങ് എക്സസൈസ് എടുക്കുക. നിങ്ങൾ സ്ക്രിപ്റ്റ് ചെയ്യുക. എന്താണ് നിങ്ങൾക്ക് വേണ്ട അഫർമേഷൻ, അത് നിങ്ങൾ സ്ക്രിപ്റ്റ് ചെയ്യുക. അപ്പോൾ വളരെ വേഗത്തിൽ മാനിഫെസ്റ്റേഷൻ നടക്കുന്നതാണ്. അതിനാണ് ആ യോഗയിൽ ആ ടിപ്പ് പഠിച്ചു വെക്കാനായിട്ട് ഞാൻ പറയുന്നത്. ഇനി ഇവിടെ ഞാൻ പറയാനായിട്ട് പോകുന്ന മറ്റൊരു മാനിഫെസ്റ്റേഷൻ ട്രിക്കാണ് ടെസ്ല കോഡ് എന്ന് പറയുന്ന ആ ഒരു കോഡ്. എല്ലാവർക്കും അറിയാം ടെസ്ല കോഡ് എന്താണെന്ന്, പലർക്കും അറിയാം. പല ആളുകളും ആദ്യമായിട്ടായിരിക്കും ഇത് കേൾക്കാൻ പോകും ഈ ഒരു വാക്ക്. ഇതുപോലെ തന്നെ മുമ്പ് പറഞ്ഞ മാനിഫെസ്റ്റേഷൻ, അഫർമേഷൻ, ലോ ഓഫ് അട്രാക്ഷൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നിങ്ങൾ മുമ്പ് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവാം, കേട്ടിട്ടില്ലായിരിക്കാം. ഇനി ടെസ്ല കോഡ് എന്ന് പറയുന്നത് നിക്കോളാസ് ടെസ്ല എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ച ഒരു ഫോർമുല ആണ്. ഇത് വളരെ പ്രാചീന കാലം മുതലേ നമ്മുടെ ഇവിടെ ഉള്ള ആളുകൾ, പല സെലിബ്രിറ്റികളും അതുപോലെ തന്നെ സാധാരണക്കാരായ ആളുകളും അധ്യാപകരും പല ആളുകളും സമൂഹത്തിൽ വിജയം കൈവരിച്ച പല പ്രസംഗിക്കുന്ന ആളുകളും ഒക്കെ ഈ ടെസ്ല കോഡ് ഉപയോഗിക്കാറുണ്ട്. ഇതൊരു രഹസ്യമാണ്, ഇതൊരു രഹസ്യ വിദ്യയാണ്. ഇത് ടെസ്ല കോഡ് 369 ഇതാണ് ആ അക്കം. ഈ അക്കം ആരുടെയും ഒരു സ്വത്തല്ല. അതായത് നിക്കോള ടെസ്ല എന്ന് പറയുന്ന ആൾ ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഈ ഒരു പരീക്ഷണങ്ങൾക്ക് ശേഷം
ഭൂമിയിൽ നിന്ന് ഇവിടെ പറഞ്ഞ ഒരു വ്യക്തിയാണ്, ഒരു മഹാനായ വ്യക്തിയാണ്, ഒരു ശാസ്ത്രജ്ഞനാണ്. അതുകൊണ്ട് തന്നെ ഇതിന് യുക്തിയുമായി നല്ല ബന്ധമുണ്ട്. ഇതൊരു സാധാരണ ഒരു അന്ധവിശ്വാസമായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റില്ല. കാരണം ഇത് ചരിത്രം കണ്ട വലിയൊരു ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ച ഒരു നമ്പറാണ് 369. ഇതുപയോഗിച്ച് എങ്ങനെ മാനിഫെസ്റ്റേഷൻ ചെയ്യാം? അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുണ്ട്, ഒരുപാട് വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട്. കറണ്ട് കൊണ്ട് പ്രവർത്തിക്കുന്ന പല വസ്തുക്കളുടെയും പിതാവ് നിക്കോള ടെസ്ല ആണ് ശരിക്കും. പക്ഷെ അതിൻ്റെ മറ്റ് അംഗീകാരങ്ങൾ മറ്റുള്ളവർ നേടിയെടുത്തത് മാത്രമേ ഉള്ളൂ. അതെല്ലാം കണ്ടുപിടിക്കാൻ വളരെ വേഗത്തിൽ കണ്ടുപിടിക്കാനുള്ള കഴിവ് നിക്കോള ടെസ്ലയ്ക്ക് ഉണ്ടായിരുന്നു. ഈ പ്രകൃതിയിലെ, അതായത് സങ്കല്പത്തിന് വിരുദ്ധമായ ആദ്യമായ കറണ്ട് വന്ന കാലത്ത് കറണ്ട് കൊണ്ട് വർക്ക് ചെയ്യുന്ന പല വസ്തുക്കളും കണ്ടുപിടിക്കാൻ നിക്കോള ടെസ്ല ഉപയോഗിച്ച ഒരു ട്രിക്കാണ്. 30 ദിവസത്തിനുള്ളിൽ നിക്കോള ടെസ്ല ഒരു പണി പൂർത്തീകരിച്ചിരിക്കും. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ വിജയരഹസ്യം. ഇതേ ട്രിക്ക് തന്നെ പല ആളുകളും ജീവിതത്തിൽ ചെയ്യാറുണ്ട്, പല ആളുകളും വിജയിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി, അതായത് നമ്മൾ മെമ്മറി ഉപയോഗിച്ച് നമ്മളെടുക്കുന്ന വൈബ്രേഷൻ ഫ്രീക്വൻസി വളരെ കുറവാണെങ്കിൽ പ്രവർത്തിക്കത്തില്ല. അതാണ് പ്രത്യേകത. എന്തുകൊണ്ട് ലോ ഓഫ് അട്രാക്ഷൻ പ്രവർത്തിക്കുന്നില്ല? പ്രവർത്തിക്കാത്തതിന് കാരണം വൈബ്രേഷൻ ഫ്രീക്വൻസി കുറഞ്ഞിരിക്കുന്നു. എന്താണ് വൈബ്രേഷൻ ഫ്രീക്വൻസി? നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് നടക്കുന്നില്ല. അതിനെപ്പറ്റി നമ്മൾ സദാസമയം ചിന്തിച്ചാൽ ഒരു കാര്യം നടക്കുമെന്ന് പറഞ്ഞാലും അത് നടക്കുന്ന കാര്യങ്ങളല്ലാതായി തീരുന്നതിന് കാരണം നമ്മളിൽ നിന്ന് പോകുന്ന സിഗ്നൽ അത്ര പവർ കുറവാണ്. സിഗ്നലിൻ്റെ പവർ കൂട്ടാനാണ് ആദ്യം പറഞ്ഞ യോഗ ചെയ്യാൻ പറഞ്ഞത്. അതായത് പണ്ടുള്ള മഹർഷിമാരും എല്ലാവരും യോഗ ചെയ്ത് യോഗീശ്വരന്മാരാകുമായിരുന്നു. അതും ഇതും ഒന്നാണ്. അതായത് പാശ്ചാത്യർ പറയുന്ന ലോ ഓഫ് അട്രാക്ഷൻ നമ്മുടെ ഭാരതത്തിലുണ്ടായിരുന്ന യോഗീശ്വരന്മാർ പറഞ്ഞ യോഗത്തിലൂടെ കിട്ടിയ അതീന്ദ്ര ജ്ഞാനവും ഒന്ന് തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമില്ല, 2 പേരെന്ന് മാത്രമേ ഉള്ളൂ. ലോ ഓഫ് അട്രാക്ഷൻ നമുക്ക് വിശ്വസിക്കാം, പക്ഷേ അതീന്ദ്രജ്ഞാനം നമുക്ക് യുക്തിക്ക് കൊണ്ട് നിരക്കാത്തതായിട്ട് നമ്മൾ ചിന്തിക്കുന്നു. രണ്ടും ഒന്ന് തന്നെ, 2 പേരാണെന്ന് മാത്രമേ ഉള്ളൂ. രണ്ടിനും ട്രെയിനിങ് ഒക്കെ ഒന്ന് തന്നെയായിരുന്നു. ഒന്ന് ശാന്തമുള്ള സ്ഥലം. ഇപ്പം യോഗേശ്വരന്മാർ കാട് തിരഞ്ഞെടുക്കുന്നു, നമ്മളൊരു ശാന്തമായ റൂം തിരഞ്ഞെടുക്കുന്നു. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. പാശ്ചാത്യർ കാട് തിരഞ്ഞെടുക്കുന്നില്ല, അവർ റൂം തിരഞ്ഞെടുക്കുന്നു. യോഗേശ്വരന്മാരും മഹർഷിമാരും കാട് തിരഞ്ഞെടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ഗുഹ തിരഞ്ഞെടുക്കുന്നു. ഇതായിരുന്നു വ്യത്യാസം, ഇത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ഒരു യോഗ പഠിച്ച ഒരു യോഗീശ്വരൻ്റെ വൈബ്രേഷൻ ഫ്രീക്വൻസി വളരെ വലുതായിരുന്നു. വൈബ്രേഷൻ ഫ്രീക്വൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനസ്സിൽ ചിന്തിക്കുന്ന ഒരു പദം നമ്മൾ പറയില്ലേ, കേൾക്കുക എന്ന്. പ്രാഹി, അയാൾ എന്നെ ചീത്ത വിളിച്ചു, പ്രാഹി, ആ പ്രാക്ക് എൻ്റെ തലയിൽ വീണു, അതിൻ്റെ ശാപം കൊണ്ടാണ് ഞാൻ ഇന്ന് അനുഭവിക്കുന്നതൊക്കെ ആളുകൾ പറയാറില്ലേ. ചിന്തിക്കുമ്പോൾ പിന്നെ പ്രാക്കേറ്റു പോടോ, അല്ലെങ്കിൽ പൊട്ടത്തരം പറയാതെ എന്നും പറയുന്നവരുണ്ട്. ചില ആളെ ശരിക്കും അത് ശാപമായിരിക്കും. എങ്ങനെ ഈ ശാപം വന്നു? നമ്മളൊരു ദേഷ്യത്തിൽ, ഒരു വികാരത്തിൻ്റെ വളരെയധികം സങ്കടപ്പെട്ടുകൊണ്ട് ഒരാൾ നമ്മളോട് ഒരു ദുശകനം പിടിച്ചൊരു വാക്ക് നമ്മളെ പറയുകയാണ്, നമ്മളെ ശപിക്കുകയാണ്. ആ വ്യക്തിക്ക് നമ്മൾ കഠിനമായ ഒരു വേദന ഏൽപ്പിച്ചു, ആ വ്യക്തി നമ്മളെ കണ്ണീരോടുകൂടി ശപിച്ചു. പക്ഷേ അപ്പോൾ നമ്മൾ പൊട്ടിച്ചിരിക്കാം, പിന്നെ നിൻ്റെ ശാപം ഏൽക്കാൻ പോകില്ലെന്ന് ചോദിക്കാം. പക്ഷെ കുറേ കൊല്ലങ്ങൾ കഴിയുമ്പോൾ, ഒരു 20 കൊല്ലമൊക്കെ കഴിയുമ്പോൾ, അല്ല 10 വർഷം കഴിയുമ്പോൾ, ഈ ശപിച്ച ആൾ ചിലപ്പോൾ മരിച്ചു പോയിട്ടുണ്ടാവും കുറച്ച് കഴിയുമ്പോൾ. ഇതൊക്കെ ശേഷം നമ്മുടെ ഭാവി ജീവിതത്തിൽ ചിലപ്പോൾ നമുക്ക് വളരെ തകർച്ചകൾ സംഭവിക്കും. അപ്പം നമ്മൾ ചിന്തിക്കും, അന്ന് ആ ആൾ എന്നെ ഇങ്ങനെ ഒന്ന് ശപിച്ചായിരുന്നു, ഇനി ആ ശാപം കൊണ്ടാണോ എനിക്കിങ്ങനെ സംഭവിച്ചത്? ചില ആളുകൾക്ക് ഒരു ശാപം സംഭവിക്കില്ല, ചില ആളുകൾ ശാപം സംഭവിക്കും. ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ആ ശാപം പറയാനുള്ള ആ സമയത്തെ ആ ആളുടെ ദുഃഖത്തിൻ്റെ വൈബ്രേഷൻ്റെ ഫ്രീക്വൻസി വളരെ കൂടുതലായിരുന്നു. അതാണ് ഇതിൻ്റെ ശാസ്ത്രീയ വശം. വൈബ്രേഷൻ്റെ ഫ്രീക്വൻസി വളരെ കൂടുതലായിരുന്നുകൊണ്ട് മനസ്സിൽ നിന്ന് വന്ന പവർ വളരെ കൂടുതലായിരുന്നു. ഇത് നമ്മുടെ ബോഡിയുമായിട്ട് വളരെയധികം അട്രാക്റ്റ്, നമ്മളത് വലിച്ചെടുത്തു, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ വലിച്ചെടുത്തു. ഇതുകൊണ്ടാണ് ആ ശാപം വെച്ചത്. നമ്മൾ തിരസ്കരിക്കുന്ന പവറിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മളതിനെ വിശ്വസിക്കുന്നില്ല എന്ന് മനസ്സിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രാക്ക് കേൾക്കുന്നില്ല. ഇതുപോലെ തന്നെയാണ് നമ്മളൊരു സബ് കോൺഷ്യസ് മെമ്മറി ഉപയോഗിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഉപയോഗിച്ചൊരു പവർ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ പവർ ക്രിയേറ്റ് ചെയ്യുന്ന യോഗീശ്വരന്മാരൊരു മന്ത്രം ചൊല്ലി പറയുമ്പോൾ ആ ഒരു പവർ തന്നെയാണ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു വാക്കുണ്ടാക്കി ഒരു പവർ ക്രിയേറ്റ് ചെയ്യുകയാണ്. ആ ക്രിയേഷനിലൂടെയാണ് ഒരു മന്ത്രം അവർ ഉണ്ടാക്കിക്കൊണ്ട് വന്നിരുന്നത്. അതിനെ അവർ യോഗ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ സാധാരണ ഫ്രീക്വൻസിയിൽ എത്ര മടങ്ങ് ഫ്രീക്വൻസി ആയിരിക്കും അവർക്കുണ്ടായിരുന്നത്. ആ ഫ്രീക്വൻസി വെച്ചിട്ടാണ് അവർ പല അത്ഭുതങ്ങളും ഈ ഭൂമി കാണിച്ചിട്ടുള്ളത്.
അതിലൊരു ചെറിയ മോഡലാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന സംഭവം. നോർമലി മനുഷ്യനുള്ള ഒരു ഫ്രീക്വൻസിയുടെ പവർ അല്പം ഉയർത്തിയെടുത്തു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നടത്താം, ചില എല്ലാ കാര്യങ്ങളും നടത്താൻ പറ്റില്ല. കാരണം നമുക്ക് അത്ര പവറില്ല. അത്ര പവറിന് മെനക്കെടുകയാണെങ്കിൽ അവർക്കുണ്ടാകും, ഉണ്ടാക്കി തെളിയിക്കാം. ഇപ്പോൾ 369 എന്ന് പറയുന്നത് ഒരു മാജിക് നമ്പറാണ്, അല്ലെ ഒരു ഏഞ്ചൽ നമ്പർ എന്ന് പറയും. ഏഞ്ചൽ എന്ന് പറഞ്ഞാൽ മാലാഖ. അപ്പം ഏഞ്ചൽ നമ്പറാണ് 369. ഇതിലൂടെ എങ്ങനെയാണ് ഫ്രീക്വൻസി ഉയർത്തിയെടുക്കുന്നത്? ഫ്രീക്വൻസി ഉയർത്തിയെടുക്കാനായിട്ട് പല ശ്രമങ്ങളും പ്രാക്ടീസുകളും വേണം. പ്രാക്ടീസ് ചെയ്യാതെ പല കാര്യങ്ങളും നടക്കത്തില്ല. ഒന്നാമത്തെ ഒരു ദിവസത്തെ 3ആയിട്ടാണ് തിരിച്ചേക്കുന്നത്. ഒന്ന് രാവിലെ, ഉച്ച, വൈകുന്നേരം, അല്ലെങ്കിൽ രാത്രി. വൈകുന്നേരവും രാത്രി ഒന്നായിട്ട് കൂട്ടിയാൽ മതി, അല്ലെങ്കിൽ 4 നേരമായിട്ട് നമ്മൾ കൂട്ടേണ്ടി വരും. അത് വേണ്ട. രാവിലെ, ഉച്ച, വൈകുന്നേരം, അല്ലെങ്കിൽ രാത്രി. നമുക്കൊരു കാര്യം ചെയ്യണം, അത് യുക്തിക്ക് നിരക്കുന്നത് കൂടിയായിരിക്കണം. നമ്മുടെ മനസ്സ് വിശ്വസിക്കുന്ന കൂടിയായിരിക്കണം. നമുക്ക് മനസ്സിന് വിശ്വസിപ്പിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. നമുക്ക് ചിറക് മുളയ്ക്കട്ടെ, എനിക്ക് പറക്കാനുള്ള കഴിവ് വരട്ടെ, എനിക്ക് ഏത് മരത്തിലും കയറാനുള്ള കഴിവ് വരട്ടെ, എനിക്ക് ഭിത്തിയിൽ കൂടി കുത്തനെ ഓടാൻ കഴിയട്ടെ. ഇതൊന്നും യുക്തിക്ക് നിരക്കാത്തതാണ്, വിശ്വസിക്കാൻ പറ്റത്തില്ലാത്തതാണ്. അപ്പോൾ കയ്യിൽ നിന്ന് ലേസർ രശ്മികൾ വരട്ടെ, ഇതൊന്നും നടക്കത്തില്ല. ഇതല്ലാതെ ചില കാര്യങ്ങൾ, എനിക്ക് പരീക്ഷയിൽ വിജയിക്കാൻ സാധിക്കട്ടെ, നമ്മളെ കൊണ്ട് സാധിക്കും. PSC എക്സാമിന് വിജയിക്കാനായിട്ട് ഞാൻ പഠിക്കാൻ പോവാണ്, ഉറക്കം വരാതെ എനിക്ക് പഠിക്കാനുള്ള ഒരു ആരോഗ്യം കിട്ടട്ടെ, അത് സാധിക്കും. എനിക്ക് ഒരു ഭാഷ പഠിക്കാനായിട്ട് ഞാൻ ആത്മാർത്ഥമായി ശ്രമിക്കും എന്നൊരു ചിന്ത എടുക്കുക, അത് സാധിക്കും. ഏത് ബുദ്ധിയില്ലാത്ത ആൾക്കും എക്സ്ട്രാ ഒരു ലാംഗ്വേജ് പഠിച്ചെടുക്കാൻ സാധിക്കും. തീർച്ചയായും തമിഴ് പോലും നമ്മൾ ഈസിയായിട്ട് പഠിച്ചെടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ നടക്കുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ, അതുപോലെ എനിക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാലറി 10,000 രൂപയാണെങ്കിൽ അത് 10,500 ആകാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം വരെ മാനിഫെസ്റ്റ് ചെയ്യാം. പക്ഷേ 100 കോടി, 1000 കോടി, 10,000 കോടി നേരം വെളുക്കുമ്പം 1 ടൺ വെയിറ്റിന് പണം ഇരിക്കട്ടെ പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. ഇത്തരം കാര്യങ്ങൾ പ്രാക്ടീസ് ഉപയോഗിച്ച് മാനിഫെസ്റ്റ് ചെയ്യാം. ജോലി പ്രൊമോഷൻ, ജോലി കൃത്യത തുടങ്ങിയവ. പക്ഷെ മെനക്കെടണം, ചുമ്മാ പറഞ്ഞുകൊണ്ട് നടക്കത്തില്ല. മെനക്കെടണം, എത്ര സമയം സ്പെൻഡ് ചെയ്യുന്നു നോക്കണം. അതിൻ്റെ റിസൾട്ട് അവനവന് മാത്രമേ കിട്ടൂ. ഞാനിത് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട ആഗ്രഹത്തിൻ്റെ റിസൾട്ട് എനിക്കല്ല കിട്ടുക, നിങ്ങൾക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. ഇത് ആലോചിക്കണം. ഇനി ഇതെങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്? അപ്പോൾ ആദ്യമായി ഞങ്ങൾ ഈ പറഞ്ഞ യോഗയുടെ പ്രാക്ടീസ് നിങ്ങൾ എടുക്കുക. ഏതാണ്? ആദ്യത്തെ പറഞ്ഞ ബ്രീത്തിങ്ങിൻ്റെ എക്സസൈസ് മാത്രം. അപ്പം ബ്രീത്തിങ് എക്സസൈസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത ശേഷം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യമേ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ബെഡിൽ എഴുന്നേറ്റിരുന്ന് ഈ കിടന്ന് റിലാക്സ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മൈൻഡ് വളരെയധികം കാമാവും. കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂളാവും, വളരെ കൂളാവും. കൂളായി കഴിയുമ്പോൾ നിങ്ങൾ സ്ക്രിപ്റ്റിംഗ് മെത്തേഡ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ, സ്ക്രിപ്റ്റിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ഒരു ആഗ്രഹം നിങ്ങളൊരു നോട്ട് ബുക്കിൽ എഴുതുക, പേനായോ പെൻസിലോ ഉപയോഗിച്ച് എഴുതുക. അതിൻ്റെ പേരാണ് സ്ക്രിപ്റ്റിംഗ് മെത്തേഡ്. ഈ വർഷം വരുന്ന ക്രിസ്മസ് പരീക്ഷ, അല്ലെങ്കിൽ ഓണപ്പരീക്ഷ, അല്ലെങ്കിൽ മെയിൻ എക്സാം, അല്ലെങ്കിൽ അടുത്ത ദിവസം നടക്കാൻ പോകുന്ന ക്ലാസ് ടെസ്റ്റ്, നിങ്ങൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഞാനതിൽ വിജയിച്ചിരിക്കും, അല്ലെങ്കിൽ ഞാനതിൽ വിജയിക്കുന്നു, എനിക്ക് നന്നായി പഠിക്കാനുള്ള കഴിവുണ്ട് എന്ന് നിങ്ങൾ എഴുതുക. നിങ്ങൾ മാത്സിന് വീക്കാണെന്ന് കരുതുക. നിങ്ങൾ മാത്സ് പഠിക്കാനായിട്ടൊരു ശ്രമത്തിന് ഇത് ചെയ്തുകൊണ്ട് പൂർണ്ണമായും നിങ്ങൾ മാത്സിൽ വിജയിക്കുമെന്നല്ല, നിങ്ങളുടെ ബ്രെയിനിനെ നിങ്ങളൊന്ന് മോട്ടിവേറ്റ് ചെയ്യുകയാണ് ഇതിലൂടെ. ഞാനിത് എഴുതി, ഇനി പുസ്തകമൊക്കെ മടച്ചു വെച്ചിരുന്നാൽ മതി, ഞാൻ പരീക്ഷയ്ക്ക് ജയിക്കുമെന്നല്ല ചിന്തിക്കേണ്ടത്. ഇങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. നിങ്ങളുടെ ബ്രെയിനിനെ പഠിക്കാൻ എനിക്ക് കഴിവുണ്ടെന്നുള്ളതിനൊരു മോട്ടിവേഷൻ കൊടുത്തിട്ട് നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ അല്പം കൂടി പഠിക്കാനുള്ള ഒരു എനർജി നിങ്ങൾക്ക് കിട്ടും. എനർജിക്ക് വേണ്ടിയാണ് ഈ 369 ഉപയോഗിക്കേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഷയം അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത ഒരു വിഷയം, ആ വിഷയം നിങ്ങൾക്ക് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് ആ വിഷയം പഠിക്കാൻ കഴിവുണ്ട്, അത് ഞാൻ നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ 3 വട്ടം രാവിലെ എഴുതുക. അതിനുശേഷം ഉച്ചയ്ക്ക് 3 വട്ടം എഴുതുക. രാത്രി തെറ്റിയിട്ടുണ്ട്, ഒന്നുകൂടി പറഞ്ഞുതരാം. നിങ്ങൾ മൈൻഡ് കൂളാക്കിയ ശേഷം രാവിലെ 3 വട്ടം എഴുതുക. അപ്പം ലോ ഓഫ് അട്രാക്ഷൻ്റെ 369 ആദ്യത്തെ 3 നമ്പറായി. ഉച്ചയ്ക്ക് നിങ്ങൾ അതേ നോട്ട് ബുക്കിൽ 6 തവണ എഴുതുക. അതിനുശേഷം അതൊന്ന് വായിച്ചു നോക്കുക. രാവിലെ 3 വട്ടം എഴുതിയ ശേഷം വായിച്ചു നോക്കുക. ഉച്ചയ്ക്ക് 6 വട്ടം എഴുതിയിട്ട് അതൊന്ന് വായിച്ചു നോക്കുക. ആ 6 തവണ എഴുതിയത്. നൈറ്റ് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ 9 തവണ എഴുതി നോക്കുക. അതിനുശേഷം അത് വായിക്കുക.
ഇങ്ങനെ 33 ദിവസം ക്ലിയറായിട്ട് ചെയ്താൽ നിങ്ങൾ പരീക്ഷയ്ക്ക് ജയിക്കുന്നതല്ല, നിങ്ങൾക്ക് ആ വിഷയം പഠിക്കാനുള്ള ഒരു എനർജി കിട്ടും, ഉത്സാഹം കിട്ടും. അപ്പോൾ നിങ്ങളുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി അത്രയും വർദ്ധിക്കും. അത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പഠിക്കാതെ കടന്നിട്ട് എക്സാം എഴുതിയാൽ തോറ്റു തന്നെ പോകും. അത് മനസ്സിലാക്കുക ആദ്യം. നിങ്ങൾക്ക് മോട്ടിവേഷൻ കിട്ടാനാണ് ഇത് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ചെറിയൊരു കാര്യത്തിൽ ഒരു മോട്ടിവേഷൻ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുന്നതായിക്കോട്ടെ, മാത്സ് പഠിക്കുന്നതായിക്കോട്ടെ, നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും വിഷയം പഠിക്കുന്നതായിക്കോട്ടെ, നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മോട്ടിവേഷൻ കിട്ടും. നിങ്ങളതിനു വേണ്ടി ശ്രമിക്കും. നിങ്ങളുടെ ബ്രെയിൻ എപ്പോഴും ഓക്കെ ആയിരിക്കും ഇങ്ങനൊരു വിഷയം പഠിക്കണമെന്നുള്ളതിൻ്റെ. നിങ്ങളുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി വളരെയധികം വർദ്ധിപ്പിച്ച ശേഷം എല്ലാ ദിവസവും ഇതുപോലെ തന്നെ നിങ്ങൾ മെഡിറ്റേഷൻ, പ്രാണായാമം ചെയ്ത് നിങ്ങളുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി വർദ്ധിപ്പിക്കുക. വർദ്ധിപ്പിച്ച് 1 വർഷം കഴിയുമ്പോൾ നിങ്ങൾ എന്താണ് എഴുതുന്നത് അത് നിങ്ങൾക്ക് മാനിഫെസ്റ്റായിട്ട് കിട്ടണം. അത്രയും ഫ്രീക്വൻസി വരെ നിങ്ങൾ സ്വയം എനർജി ഉണ്ടാക്കി എടുത്തെടുക്കണം. മനസ്സിലായോ? നിങ്ങൾ ഡെയിലി ഇങ്ങനെ ചെയ്യുമ്പോൾ, അതായത് നിങ്ങൾ 33 ദിവസം ഇനിയൊരു വിഷയം പഠിക്കാനാണ് നിങ്ങൾ എഴുതിയതെങ്കിൽ, നിങ്ങൾ അടുത്ത മാസം നിങ്ങൾക്ക് ആ ഒരു കാര്യം നടന്നു കിട്ടി ഇല്ല എങ്കിൽ നിങ്ങൾ അവിടെ വെച്ചത് നിർത്തുക. അതിനുശേഷം വീണ്ടും ഒന്നേന്ന് തുടങ്ങുക. എപ്പം മാനിഫെസ്റ്റായി കിട്ടുന്നത് അത് നിങ്ങളുടെ ഫ്രീക്വൻസി പവറിൻ്റെ കുറവ് കൊണ്ടാണ് മാനിഫെസ്റ്റ് ആകാൻ നിൽക്കുന്നത്. ഫ്രീക്വൻസി പവർ ഉണ്ടാക്കാനാണ് നമ്മൾ പറഞ്ഞാൽ മെഡിറ്റേഷൻ ചെയ്യാൻ പറഞ്ഞത്, പ്രാണായാമം ചെയ്യാൻ പറയുന്നത്. ഇതിന് ശേഷം നിങ്ങൾ ഈ ഫ്രീക്വൻസി പവർ ഉണ്ടാക്കി നിങ്ങളുടെ ഒരു ചെറിയ ആഗ്രഹം നടന്നു കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലും വലിയ ആഗ്രഹങ്ങൾ ആഗ്രഹിക്കാൻ സാധിക്കും. 1-ാം ദിവസം തന്നെ പിടിച്ച് വലിയ കാര്യമൊന്നും ആശിക്കാൻ നോക്കിയാൽ ഇങ്ങോട്ട് വരത്തില്ല. അതിന് ഞാൻ പറഞ്ഞ പോലെ പറക്കുന്ന കഴിവോ കാര്യങ്ങളോ ആകർഷിക്കാതെ, യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങൾ ആകർഷിക്കാൻ നോക്കിയാൽ നടക്കത്തില്ല. നമ്മുടെ ബോഡി തീരുമാനിച്ചേക്കുന്ന അങ്ങനെ കാര്യങ്ങളൊന്നും അല്ല. മനസ്സിലായാലോ? അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം രീതിയിൽ 369 ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ നടന്നു കിട്ടും. ഇപ്പോൾ നിങ്ങളൊരു നാടകത്തിൽ അഭിനയിക്കുന്ന ആളാണ്, നിങ്ങളുടെ അഭിനയം ഇച്ചിരി മികച്ചതാണ്. എൻ്റെ അഭിനയം കാണുന്ന എല്ലാ ആളുകളും എന്നെ ധാരാളം പ്രശംസകൾ കൊണ്ട് മൂടുന്നു, അല്ലെങ്കിൽ എന്നെ പ്രശംസിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ വേണം എല്ലാം എഴുതാൻ. വർത്തമാനകാലത്തിലാണ് എല്ലാം എഴുതേണ്ടത്. ഞാൻ ഭാവി വലിയ നടനാവും എന്ന് എഴുതി പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇന്ന് നടനാകില്ല, ഭാവിയിലേ ആകത്തുള്ളൂ. അങ്ങനെ ഒരു കാലം വരത്തില്ല. കാരണം എന്ന് നിങ്ങൾ എഴുതുന്നത് ഭാവി അത് നീണ്ടു പോകും. ഞാൻ മുമ്പ് വലിയ നടനായിരുന്നു എന്നും എഴുതി പിടിപ്പിക്കരുത്, പാസ്റ്റിലാണ്. പ്രസൻറ്റ് എന്ന് പറയുന്നത് ഇപ്പം നടക്കുന്ന കാര്യമാണ്. ഏതൊരാഗ്രഹം എഴുതുമ്പോഴും വർത്തമാനകാലത്തിലാണ് എഴുതുന്നത്. ഞാൻ എൻ്റെ ജോലിയിൽ പ്രൊമോഷൻ നേടിക്കഴിഞ്ഞിരിക്കുന്നു എന്നല്ല, എനിക്കിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ പ്രൊമോഷൻ കിട്ടിയതിൽ ഞാൻ സന്തോഷവാനാണ് എന്നാണ് എഴുതേണ്ടത്. അങ്ങനെ എഴുതുമ്പോഴാണ് നിങ്ങൾക്കൊരു പ്രൊമോഷൻ കിട്ടുക. അല്ലാതെ എനിക്ക് 2 വർഷം കഴിയുമ്പോൾ പ്രൊമോഷൻ കിട്ടും എന്ന് എഴുതി പിടിപ്പിക്കരുത്. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്കത് മാനിഫെസ്റ്റ് ആകുന്നില്ല. ഞാൻ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നിങ്ങൾക്ക് നിലവിൽ പ്രൊമോഷൻ കിട്ടിയിട്ടില്ല. പ്രൊമോഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഈ പ്രാക്ടീസുകൾ ചെയ്ത ശേഷം രാവിലെ 3, ഉച്ചയ്ക്ക് 6, വൈകിട്ട് 9 അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എഴുതേണ്ട ഇങ്ങനെയാണ്. സ്ക്രിപ്റ്റിംഗ് മെത്തേഡ് ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതണം: ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ പ്രൊമോഷൻ കിട്ടിയതിൽ ഞാൻ സന്തോഷിക്കുന്നു. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ മെമ്മറിക്ക് കാര്യം പിടുത്തം കിട്ടും എന്താണെന്ന്. വേറെ ഏത് രീതിയിൽ എഴുതിയാലോ കാര്യം നടക്കത്തില്ല. ഇനി ചിലർക്ക് പറയാനായിരിക്കും ഇഷ്ടം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? എഴുന്നേറ്റിരിക്കുക. രാവിലെയാണ് മെഡിറ്റേഷൻ ചെയ്യേണ്ടത്, പ്രാണായാമം ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ കിടക്കുന്നതിന് മുമ്പ് ചെയ്യുക, ഉച്ചയ്ക്ക് ചെയ്യാൻ നോക്കരുത്. ഇനി മെഡിറ്റേഷൻ രാവിലെ ചെയ്തു, അതിനുശേഷം നിങ്ങൾ 3 തവണ കണ്ണടച്ചിരുന്ന് പറയുക നിങ്ങൾക്ക് വേണ്ട ആ ഒരു കാര്യം. അത് നിങ്ങൾ വളരെ ലൈറ്റായിട്ടുള്ളത് ഒരു പരീക്ഷണാർത്ഥം ചെയ്യാൻ 3 തവണ പറഞ്ഞു കഴിയുമ്പോൾ ഉച്ചയ്ക്ക് കണ്ണടച്ച് 6 തവണ, അതിൽ സീറ്റ് ചെയ്തുകൊണ്ട് വേണം, നിന്നോണ്ടോ നടന്നുകൊണ്ടോ ചെയ്യാൻ പാടില്ല. സീറ്റിൽ ഇരുന്നുകൊണ്ട് 6 തവണ അത് തന്നെ, വൈകിട്ട് 9 തവണയും അത് തന്നെ. അങ്ങനെ 33 ദിവസം. അതിനിടയ്ക്ക് എഴുതാൻ പോകരുത്. സ്ക്രിപ്റ്റ് ചെയ്യുന്നവർ പറയാൻ പോകരുത്, പറയാൻ പോകുന്നവർ എഴുതാൻ പോകരുത്. ഇല്ലെങ്കിൽ ഒന്നേ ചെയ്യാവും. അപ്പോൾ ലൈറ്റായിട്ടുള്ള ആഗ്രഹങ്ങൾ നടന്നു വരുന്നുണ്ടെങ്കിൽ പിന്നെ ഭാവിയിൽ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ളത് നിങ്ങൾക്ക് അത് മാറ്റി നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾക്ക് അത് മാറ്റി ചേഞ്ച് ചെയ്തെടുക്കാം. ഇതാണ് ടെസ്ല കോഡ്. ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പം വളരെ സൂക്ഷിക്കണം. ഇത് നമ്മളൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ
നമുക്കെന്തെങ്കിലും ടെൻഷനോ പേടിയോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കാര്യങ്ങൾ മാറ്റി വെക്കുക. അല്ല, ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ചെയ്യാതിരിക്കുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, നിങ്ങളുടെ സ്വന്തം റിസ്ക് ചെയ്യുക. അതായത് ഞാനിരുന്ന അവരുടെ അറിവ് ശേഖരണത്തിനാണ് ഇത് പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ ആരെങ്കിലും ചെയ്തിട്ട് എന്തെങ്കിലും കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളെ അത് ബാധിക്കുന്നതല്ല, നമ്മുടെ ചാനലിനെ ബാധിക്കുന്നതല്ല. അത് ഞാൻ ഒരു ഡിസ്ക്ലൈമറായിട്ട് നേരത്തെ തന്നെ പറയുകയാണ്. കാരണം ചില ആളുകൾക്ക് ചില കാര്യങ്ങൾ മാനിഫെസ്റ്റ് ആവുകയില്ല. ചില ആളുകൾ ചിലപ്പോൾ മദ്യപിക്കുന്ന ആളുകളായിരിക്കാം. അങ്ങനെ മദ്യത്തിൻ്റെ ലഹരിയിൽ നിൽക്കുമ്പോൾ മാനിഫെസ്റ്റേഷനോ യോഗയോ പ്രാക്ടീസോ ചെയ്യാൻ പാടില്ല. അമിതമായി ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുമ്പോൾ ചെയ്യാൻ പാടില്ല. വീട്ടിൽ ഒരു വഴക്കോ വാക്കുകൾക്കോ ഉണ്ടായ ശേഷം മാനിഫെസ്റ്റേഷൻ ട്രിക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. ജോലിയുടെ സ്ട്രെസ്സ് ഭയങ്കരമായിട്ടിരിക്കുന്ന സമയത്ത് മാനിഫെസ്റ്റേഷൻ ഉപയോഗിക്കാൻ പാടില്ല. യോഗ ചെയ്യാൻ പാടില്ല. മൈൻഡ് കൂളായിട്ടിരിക്കുന്ന ടൈമിൽ മാത്രമേ ഇതൊക്കെ ചെയ്യാവൂ. ഇതിനിടയിൽ എപ്പോഴും ചെയ്തു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ നമുക്ക് പ്രഷർ വർദ്ധിക്കുക, അല്ലെങ്കിൽ തലയുറ്റുന്നതായിട്ട് തോന്നുക, ക്ഷീണം തോന്നുക തുടങ്ങിയ കാര്യങ്ങളുണ്ടാവും. അപ്പം ജോലിയെ ബാധിക്കും, ചില ലീവ് എടുക്കേണ്ടി വരും ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്വന്തം റിസ്ക് ചെയ്യാൻ പറഞ്ഞത്. എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്വന്തം റിസ്ക് മാത്രം ചെയ്യുക. അത് ഈ ചാനലുമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളല്ല. അത് നിങ്ങളുടെ സ്വന്തം റിസ്കിലാണ് ചെയ്യേണ്ടതെന്ന് ഇവിടെ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞുകൊള്ളുന്നു. ഇല്ലെങ്കിൽ ഇതൊരു അറിവ് ശേഖരണത്തിൻ്റെ ഭാഗമായി നിങ്ങൾ ഉൾക്കൊള്ളുക, മാത്രം ഉൾക്കൊള്ളുക. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഒരു പ്രാക്ടീസ് ചെയ്യുമ്പം വളരെയധികം സൂക്ഷ്മതയോടുകൂടിയാണ് ചെയ്യുക. ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ അങ്ങനെയാണ്, ഒരു പരിശീലനൻ്റെ കൂടെ നിന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നീന്തൽ പഠിക്കുമ്പോഴും നമുക്കതിൽ റിസ്ക് ഉണ്ട്. നമ്മൾ ധൈര്യസമേതം ആ റിസ്കിലേക്ക് ഇട്ടെടുത്തിയാണ് നീന്തൽ പഠിക്കാൻ വെള്ളത്തിൽ ചാടും. ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ റിസ്ക് കൊണ്ട് പേടിക്കണം, പക്ഷെ നമ്മൾ ധൈര്യസമേതം ഡ്രൈവിങ്ങിലേക്ക് എടുത്തിയാണ്. എല്ലാം ഈ ഭൂമിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നമ്മുടെ ധൈര്യം കൊണ്ടാണ് തന്നെയാണ്. അങ്ങനെ ധൈര്യത്തോടു കൂടി ചെയ്യാൻ കഴിവുള്ളവർ ചെയ്യട്ടെ. അല്ലാത്തവർ ഒന്ന് പഠിച്ചു വെക്കുക, മനസ്സിലാക്കി വെക്കുക, ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. വലിയ കാര്യങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാതെ ചെറിയ കാര്യങ്ങളെ മാനിഫെസ്റ്റേഷന് വിജയം ലഭിക്കുന്നുണ്ടോ എന്ന് നോക്കുക. മാനിഫെസ്റ്റേഷൻ ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് എല്ലാ റിസൾട്ടും കിട്ടണമെന്നില്ല. അതും ആദ്യമേ തന്നെ പറയുന്നു. മാനിഫെസ്റ്റേഷൻ ട്രിക്കുകൾ ഉപയോഗിക്കുമ്പോൾ വൈബ്രേഷൻ ഫ്രീക്വൻസി ഉയർത്തണം. വൈബ്രേഷൻ ഫ്രീക്വൻസി ഉയർത്തണമെങ്കിൽ തീർച്ചയായും മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യണം. മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഒരുപാട് പ്രാക്ടീസ് ചെയ്യരുത്, ലൈറ്റായിട്ടേ പ്രാക്ടീസ് ചെയ്യാവും. 3-4 തവണ ബ്രീത്തിങ് എടുത്ത ശേഷം നിർത്തുക. പിന്നെ ചെയ്യാൻ പാടില്ല, ഉച്ച സമയങ്ങളിൽ ചെയ്യാൻ പാടില്ല, രാത്രി കിടക്കുന്നതിന് മുമ്പ് ചെയ്യാം. വേറെ അറിഞ്ഞിരിക്കുമ്പോൾ ചെയ്യാൻ പാടില്ല. ഇനി യോഗ ഒക്കെ പഠിക്കുന്നവരാണെങ്കിൽ, യോഗ ഫെഡറേഷനെ പറ്റി നന്നായിട്ട് അറിയാവുന്നവരാണെങ്കിൽ കൂടുതൽ നന്നായിട്ട് ചെയ്യാൻ പറ്റും. അറിയാത്ത ആളുകൾക്ക് വേണ്ടി പറഞ്ഞു തരാനുള്ള ഒരു ക്ലാസ്സായിട്ടാണ് അത് മനസ്സിലാക്കേണ്ടത്. ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ചെയ്തു നോക്കാവുന്നതാണ്. റിസൾട്ട് കിട്ടുന്നതാണ്. റിസൾട്ട് വരുത്താനുള്ള ലൈറ്റ് ട്രെയിനിങ്ങിനെ പറ്റി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, മനസ്സിലാക്കി ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വിഷയം നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഒപ്പം ഞാൻ ആദ്യം പറഞ്ഞ DEFGH ഈ ലെറ്റർ തുടങ്ങുന്ന ആളുകളുടെ സ്വഭാവ രീതികളും മനസ്സിലാക്കുന്ന ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പിന്നെ ഇപ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞ ഈ ഒരു മോട്ടോ ഉണ്ടല്ലോ, ആ ഒരു കാര്യം, അതായത് ഞാൻ ഈ പറഞ്ഞ നമ്മുടെ ഒരു വാക്ക്, ഇതൊന്നും പഠിക്കാതെ ഇനി മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതൊന്നും നിങ്ങൾ ഓർക്കുക. ഇനി വരുന്ന ഒരു യുഗത്തിൽ എല്ലാ ഇലക്ട്രോണിക്സ് പരമായി വിപ്ലവം നടക്കുന്ന കാലത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെച്ചില്ലെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെ വരും. പല കാര്യങ്ങളോട് മാനസികമായിട്ട് പൊരുത്തപ്പെടണമെങ്കിൽ ഇത്തരം പ്രാക്ടീസുകൾ നമ്മൾ എടുക്കേണ്ടി വരും. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു പ്രോഗ്രാം കാണുന്നത് ഇഷ്ടമില്ലെന്ന് കരുതുക. ഒരു പ്രോഗ്രാം കാണാൻ നമുക്ക് ഇഷ്ടമില്ല, ഏതെങ്കിലും ഒരു പ്രോഗ്രാം കാണാൻ നമുക്ക് ഇഷ്ടമില്ലെന്ന് കരുതുക. ഇപ്പോൾ ഞാനൊരു സിമ്പിളായിട്ട് പറയാം. പല ആളുകളും ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവരാണ്, പക്ഷേ എല്ലാ ആളുകളും ടെന്നീസ് കളി കാണാറില്ല. എല്ലാ ആളുകളും ടെന്നീസ് കാണാറില്ല, പക്ഷേ എല്ലാ ആളുകളും ക്രിക്കറ്റ് കാണാറുണ്ട്. അപ്പം നമുക്ക് ബലമായി ടെന്നീസ് കാണേണ്ട വരികയാണെന്ന് കരുതുക. അപ്പം ടെന്നീസ് കാണേണ്ട വരുമ്പോൾ നമുക്ക് ഇരുന്നിട്ടങ്ങോട്ട് ഇരിപ്പ് ഉറയ്ക്കുന്നില്ല. ഈ ടെന്നീസ് കാണണ്ട, എഴുന്നേറ്റ് പോയാൽ മതി ടിവിയുടെ മുന്നിൽ നിന്ന് ഇരിക്കുക. പക്ഷെ നമ്മുടെ സുഹൃത്തിന് പിണക്കമാകും. അല്ലാതെ നമുക്ക് ടെന്നീസ് അല്ല അവിടെ വേറെ ഒന്നും കാണാനില്ല എന്ന് കരുതുക. അത്ര ഫയർക്ക് ഞാൻ പറയുന്ന ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാവാനാണ് ഞാനിത് പറയുന്നത്. പൊരുത്തപ്പെടാത്ത ഒരു ഫയരത്തിൽ നിങ്ങൾക്ക് ജീവിക്കേണ്ടതായി വരാൻ പോവുകയാണെന്ന് കരുതുക. അത്തരം ഒരു ലൈഫ് നിങ്ങൾക്ക് വരാൻ പോകുമെന്ന് കരുതുക. അപ്പോൾ അത് എങ്ങനെയാണ് പൊരുത്തമില്ലാത്തത്? ഒരു ഹോസ്റ്റൽ ജീവിതം, അല്ലെങ്കിൽ ജോലിയുടെ മാറ്റം, പെട്ടെന്ന് ദാരിദ്ര്യം വന്നു, മറ്റേതെങ്കിലും ഒരു ജോലി ചെയ്യേണ്ട വന്നു, ചെറിയൊരു ജോലി ചെയ്യേണ്ട വന്നു. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് വരുന്ന ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, മാനസികമായൊരു ബുദ്ധിമുട്ട്. ആ മാനസികമായ ബുദ്ധിമുട്ടിനെ ജയിക്കാൻ ഈ 369 ഉപയോഗിക്കാം. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഇവിടെ ടെന്നീസിന് ഉദാഹരണം പറയുകയാണ്. നിങ്ങൾക്കിത് വർത്തമാന കാലത്തിലേക്ക് മാറ്റാം. നിങ്ങളുടെ ജോലി സംബന്ധിച്ച് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു ജോലി നിങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ഒരാളുടെ വീട്ടിൽ നിങ്ങൾക്ക് താമസിക്കണം. അവരുമായിട്ട് അത്രയും ദിവസം നിങ്ങൾക്ക് യോജിച്ച് പോകണമല്ലോ, വഴക്ക് വരരുതല്ലോ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കോഴ്സ് നിങ്ങൾ പഠിക്കാൻ പോകണം. അത് നിങ്ങൾക്ക് പഠിക്കണം. നിങ്ങൾക്ക് ഒരു രക്ഷയില്ല, കോഴ്സിൽ നിന്ന് ഇറങ്ങി പോരാൻ ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് പഠിക്കണം.
അതിനാണ് ഈ പറയുന്ന ഇഷ്ടമില്ലാത്തവർ. ഇപ്പോൾ ടെന്നീസ് ഇഷ്ടമുള്ളവർക്കുണ്ട്, അവർക്കൊണ്ട് അല്ല. ടെന്നീസ് ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിൽ ടെന്നീസ് പഠിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് 3 തവണ രാവിലെ എഴുതുക, ഉച്ചയ്ക്ക് എഴുതുക, ഉച്ചയ്ക്ക് 6 തവണ, വൈകിട്ട് 9 തവണ. ഇങ്ങനെ ചെയ്യുന്നതാണെങ്കിൽ ഈ ഒരു പ്രാക്ടീസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്യുമ്പോൾ. നിങ്ങളിപ്പോൾ ഒരു റൂമിൽ, ഒരു ഹോസ്റ്റലിൽ താമസിക്കുകയാണ്. ആ റൂംമേറ്റുമായിട്ട് നിങ്ങൾക്ക് വളരെയധികം കലഹമാണെന്ന് കരുതുക. നിങ്ങൾ എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്? ഞാൻ എൻ്റെ കൂടെയുള്ള റൂംമേറ്റിനെ എൻ്റെ നല്ലൊരു സുഹൃത്തായിട്ട് കാണുന്നു. എൻ്റെ എല്ലാ സന്തോഷത്തിലും ഈ റൂംമേറ്റ് സന്തോഷിക്കുന്നു. അവന് ലഭിക്കുന്ന എല്ലാ സന്തോഷത്തിലും, അല്ലെങ്കിൽ അവൾക്ക് ആരാണോ വെച്ചാൽ അവർ ലഭിക്കുന്ന എല്ലാ സന്തോഷത്തിലും ഞാൻ സന്തോഷിക്കുന്നു. അസൂയ അടിക്കരുതല്ലോ. അസൂയയും വരുമ്പോഴാണല്ലോ റൂമിന് വഴക്കുണ്ടാവുന്നത്. അപ്പം അവന് ലഭിക്കുന്ന എല്ലാ സന്തോഷത്തിലും ഞാൻ സന്തോഷിക്കുന്നു, അവർക്ക് ലഭിക്കുന്ന എല്ലാ സന്തോഷത്തിലും ഞാൻ സന്തോഷിക്കുന്നു, എനിക്ക് ലഭിക്കുന്ന എല്ലാ സന്തോഷത്തിലും അവരും സന്തോഷിക്കുന്നു കൂടി എഴുതി വെക്കുക. ഇങ്ങനെ എഴുതി അവരെ കൊണ്ട് കാണിക്കാനല്ല, അവരെ കൊണ്ട് കാണിക്കരുത്. ഇത് രഹസ്യമായിട്ട് ചെയ്യേണ്ടതാണ്. ഡയറിയിലോ ബുക്കിലോ ഒക്കെ നിങ്ങൾ എന്താണ് എഴുതുന്നത് പഠിക്കുന്നത് അവർ നോക്കാൻ പോകുന്നില്ലോ. നിങ്ങൾ പഠിക്കാമെന്ന് കരുതുള്ളൂ, കാണിക്കാൻ പാടില്ല. അപ്പോൾ 3 ടൈപ്പ് നിങ്ങൾ എങ്ങനെ എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് അത് മാനിഫെസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പറ്റും? ഒരു വഴക്കില്ലാതെ 1 വർഷമോ 2 വർഷമോ ഹോസ്റ്റലിൽ ജീവിക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ പൊരുത്തമില്ലാത്ത വിഷയങ്ങൾ, പൊരുത്തക്കേട് വരുന്ന വിഷയങ്ങളും നമ്മുടെ ബ്രെയിനിനെയാണ് നമ്മൾ മോട്ടിവേറ്റ് ചെയ്ത് ഒരു എനർജി ഉണ്ടാക്കി നമുക്ക് ഈ കാര്യം നടത്താൻ പറ്റും. ഇപ്പം നിങ്ങളെ ഒരു ഓഫീസിലെ ബോസ് വളരെയധികം ശകാരിച്ചു കൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് ജോലിക്ക് പോകണം, ജോലിക്ക് പോയില്ലെങ്കിൽ നിങ്ങൾ പട്ടിണിയാവും. നിങ്ങൾ ജോലിയില്ല വീട്ടിൽ വന്നാൽ നിങ്ങളുടെ അവസ്ഥ വളരെ മോശമായിരിക്കും. നിങ്ങൾക്ക് കടം തൊട്ട എല്ലാ കാര്യങ്ങളും കയറി ഇങ്ങോട്ട് വരും. പക്ഷേ ഈ ബോസിനെ സഹിക്കുകയും വേണം, വീട്ടിൽ ഇരിക്കാനും പറ്റത്തില്ല. മധുരിച്ചിട്ട് ഇറക്കാനും മേല, കഴിച്ചിട്ട് ഇറക്കാനും മേല, മധുരിച്ചിട്ട് തുപ്പാനും പറ്റില്ല എന്ന് പറയുന്ന അവസ്ഥ നിങ്ങൾ പെട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ 369 ഉപയോഗിക്കാം. ബോസ് എന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല, ബോസ് എൻ്റെ നല്ല കാര്യത്തിന് വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഒന്ന് ചിന്തിക്കുക, അല്ലെങ്കിൽ എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് ഇത് തന്നെ ഇങ്ങനെ ധ്യാനിച്ച് വീണ്ടും വീണ്ടും ചെയ്യുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഈ ബോസിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇങ്ങോട്ട് ഒരേ താളത്തിൽ അങ്ങോട്ട് പോകാൻ പറ്റും. നിങ്ങൾക്ക് ആ ജോലി സന്തോഷത്തോടു കൂടി ചെയ്യാം, നിങ്ങളോടൊപ്പം ഉള്ളവരും ഹാപ്പി ആയിക്കോളും. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഇതിൻ്റെ രൂപം മനസ്സിലായെന്ന് കരുതുന്നു. കൂടുതൽ ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീണ്ടും വീഡിയോകൾ വരുന്നതാണ്. ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. നന്ദി.